പാകിസ്ഥാൻ വീണ്ടും പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ തുടരുകയാണ്. ചോദിച്ചു വാങ്ങുക എന്നുള്ളത് പാകിസ്ഥാന്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇനി വരുന്നത് എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും ആകില്ല. ഇതിനും അകം തന്നെ നമ്മുടെ എല്ലാ മൂന്ന് സൈനിക മേധാവികളും ആയിക്കോട്ടെ, നമ്മുടെ ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ട എല്ലാവരും ആയിക്കോട്ടെ, എല്ലാവരും കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾ പ്രകോപിപ്പിച്ചാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭൂപ്രദേശം പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ് വാണിംഗ്. എന്നിട്ടും പാകിസ്ഥാൻ ചില കുൽസിത പ്രവർത്തനങ്ങൾ നടത്തുന്നു. കുൽസിതം എന്നൊന്നും പറഞ്ഞുകൂടാ, അടിച്ച് നിരപ്പാക്കേണ്ട പരിപാടി തന്നെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള മറുപടി എന്തായാലും ഉണ്ടാകും. വീണ്ടും പഞ്ചാബ് അതിർത്തി ഉണ്ടല്ലോ നമ്മുടെ, ആ പഞ്ചാബ് അതിർത്തിയിൽ ISIയുടെ ഡ്രോണുകൾ, പിന്തുണയുള്ള ഡ്രോണുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഈ വാർത്ത നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം, താലിബാനുമായിട്ട് അവിടെ ഏറ്റുമുട്ടൽ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. താലിബാനും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ISIയുടെ പിന്തുണയോടുകൂടി ഡ്രോണുകൾ ഇങ്ങോട്ടേക്ക് പഞ്ചാബ് അതിർത്തിയിലേക്ക് ഇവർ വിന്യസിക്കുകയാണ് ചെയ്യുന്നത്. കള്ളക്കടത്തുകാർ ഉപയോഗിക്കുന്ന ഓട്ടോമേറ്റഡ് റിട്ടേൺ സംവിധാനമുള്ള ഡ്രോണുകളാണ് ഈ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 532 കിലോമീറ്റർ നീളമുള്ള അതിർത്തിയാണ് പഞ്ചാബ് അതിർത്തി. ഇവിടെ ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ നിരീക്ഷിക്കുന്ന സുരക്ഷാ ഏജൻസികളുടെ കണ്ണിലാണ് ഈ ഡ്രോണുകൾ പെട്ടത്. സസൂക്ഷ്മം ഇപ്പോൾ നമ്മുടെ എല്ലാ അതിർത്തികളിലും സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതൊരു ചെറിയ തരത്തിലുമുള്ള ഒരു പാളിച്ച അല്ലെങ്കിൽ ചെറിയൊരു തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം കണ്ണിൽപ്പെട്ടാൽ അതീവ ജാഗ്രതയോടെ സുരക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏത് സമയത്തും നമ്മുടെ രാജ്യത്ത് ഏത് തരത്തിലുമുള്ള നീക്കങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. നമുക്കറിയില്ല ഇവർക്കൊക്കെ എവിടെ നിന്ന്, നമ്മുടെ ആഭ്യന്തര ശത്രുക്കളെ കൊണ്ട് തന്നെ നമ്മൾ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട്, പല സംസ്ഥാനങ്ങളിലായിട്ട് ഇടയ്ക്കിടെ ഉയർന്നു വരുന്ന ചില കലാപ ശ്രമങ്ങളും ഒക്കെയുണ്ട്. ഈ ശ്രമങ്ങളുടെ ഇടയിലേക്ക് നമ്മുടെ കണ്ണ് പതിക്കുമ്പോൾ അതിനു വേണ്ട, ഇനി അത് ഉണ്ടാകാതിരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചൊറിച്ചിലുമായിട്ട് പാകിസ്ഥാൻ വരുന്നത്. അസിം മുനീറിനെ പോലുള്ള, ഷെഹബാസ് ഷെരീഫിനെ പോലുള്ള പണക്കൊതിയന്മാരായിട്ടുള്ള, മതഭ്രാന്തന്മാരായിട്ടുള്ള ഒരു ഭരണകൂടമുള്ള ഒരു അയൽ രാജ്യമാണ്. നമ്മൾ പറഞ്ഞു, ഇത്രയും നാള് നമ്മൾ അയൽ രാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാന്യതയൊക്കെ കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ അത് പറയാറേ ഇല്ല. നമ്മൾ പറയുന്ന തെമ്മാടി രാഷ്ട്രം എന്ന് തന്നെയാണ്. മാത്രമല്ല ഭീകര രാഷ്ട്രം എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പൂർണ്ണമായും ഭീകരത വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടെ അടുത്ത് കിടക്കുന്നത്. നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വിദേശകാര്യ മന്ത്രി നമ്മുടെ രാജ്യത്ത് വന്നിരുന്നു. അവരും പറയുന്നത് നമ്മൾ അവരെ അംഗീകരിക്കണം എന്നുള്ളതാണ്. അവിടെ നമ്മൾ അംഗീകരിക്കുകയാണോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ നമ്മൾ അവരെ വിളിച്ച ഒരു കാര്യമുണ്ട്. നമ്മൾ അവരെ വിശേഷിപ്പിച്ച ഒരു ടേം ഉണ്ട്. നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ വിശേഷിപ്പിച്ചത് അയൽ രാജ്യം എന്നാണ്. പാകിസ്ഥാനെ പോലും നമ്മൾ അതിപ്പോൾ വിശേഷിപ്പിക്കുന്നില്ല എന്നിരിക്കെയാണ് താലിബാനെ നമ്മൾ അത്തരത്തിലൊരു നീക്കവുമായിട്ട്, അത്തരത്തിലൊരു വിശേഷിപ്പിക്കുന്ന ഒരു നീക്കത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നത്. അതിന് പിന്നിൽ നമുക്ക് കൃത്യമായ അജണ്ടകൾ ഉണ്ടെങ്കിൽ തന്നെ എന്ത്, താലിബാനുമായിട്ട്, ശരിയാണ്, താലിബാന്റെ പോളിസികളുമായിട്ടൊന്നും ഒരിക്കലും ഇന്ത്യക്ക് ചേർന്ന് പോകാൻ കഴിയില്ല. പക്ഷേ എല്ലാവരെയും നമുക്ക് വെറുപ്പിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. ചില സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകളെ ചേർത്ത് നിർത്തുന്നതും നമ്മുടെ രാജ്യതന്ത്രത്തിന്റെ ഭാഗമാണ്. ആ രാജ്യതന്ത്രം തന്നെ ഏറ്റവും മികവുറ്റ രാജ്യതന്ത്രം കാഴ്ചവെച്ചിട്ടുള്ള രാജ്യം തന്നെയാണ് എന്നും ഭാരതം അതിൻ്റെ സംസ്കാരത്തിലേക്ക് പോയി അവിടെ നിന്ന് നമ്മുടെ രാജ്യതന്ത്രത്തെ വീണ്ടും, അതായത് എന്നും ആരുടെയെങ്കിലും കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഭാരതം എന്നുള്ള രീതി മാറ്റി നമ്മൾ പണ്ട് പയറ്റിക്കൊണ്ടിരുന്ന രാജ്യതന്ത്രങ്ങൾ തന്നെ ഇപ്പോൾ പുതിയ രീതിയിലേക്ക് മാറ്റിക്കൊണ്ട്, പുതിയ കുപ്പായം ഇടിയിപ്പിച്ചുകൊണ്ട് അത് പയറ്റുന്നു എന്നുള്ളതാണ് താലിബാനുമായിട്ടുള്ള നമ്മുടെ അടുപ്പത്തെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ ഈ പാകിസ്ഥാൻ പോലുള്ള ഒരു രാജ്യം, പാകിസ്ഥാന് നമ്മൾ താലിബാനുമായിട്ട് സഹകരിച്ചു പോകുമ്പോൾ സഹിക്കവയ്യായികയുണ്ട്. അതുകൊണ്ട് അവർ നടത്തുന്ന ആക്രമണങ്ങൾ, അത് ഡ്യൂറന്റ് ലൈനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന തർക്കങ്ങൾ ഒക്കെയുണ്ട്.
ഇതിൽ നമ്മൾ ഇതിലും ഇടപെടില്ല കേട്ടോ. ഇതിലും ഇടപെടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം നമ്മളെ സംബന്ധിച്ചോ നയപരമായിട്ട് നീങ്ങുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതിനിടയിലാണ് ഈ പഞ്ചാബ് അതിർത്തിയിലേക്ക് ഈ ഡ്രോണുകളെ ഇവർ വിന്യസിക്കുന്നത്. അപ്പൊ പല തവണയായിട്ട് ഈ ഡ്രോണുകളെ കണ്ടെത്തി ട്രാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ട്രാക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? ട്രാക്ക് ചെയ്യുകയോ അതിനെതിരെ എന്തെങ്കിലും സംവിധാനം പ്രയോഗിക്കുകയോ ചെയ്യുമ്പോൾ അത് അപ്പോൾ തന്നെ പിൻവലിയുകയാണ്. അത് എവിടെ നിന്ന് വന്നോ അവിടേക്ക് പിൻവലിയുന്ന ഒരു സംവിധാനമാണ്. അതാണ് ഓട്ടോമേറ്റഡ് റിട്ടേണിംഗ് സംവിധാനമുള്ള ഡ്രോണുകളാണ് ഇവരിപ്പോൾ അയക്കുന്നത്. അത് ISIയുടെ പിന്തുണയുള്ള കള്ളക്കടത്തുകാർ പ്രവർത്തിപ്പിക്കുന്നതാണ് ഈ ഡ്രോണുകൾ എന്നുള്ളതാണ് നമ്മുടെ സുരക്ഷാ വൃത്തങ്ങളെല്ലാം തന്നെ പറയുന്നത്. AK-47 റൈഫിളുകൾ, ഗ്രനേഡുകൾ, മയക്കുമരുന്ന് എന്നിവ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തേക്ക് കടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നവയാണ് ഈ പറയുന്ന തരത്തിലുള്ള ഡ്രോണുകൾ. അപ്പോൾ ചെറിയൊരു ഇടവേള ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഉണ്ടായി. പക്ഷെ ആ ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇവർക്ക് വെറുതെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ. ഇവരുടെ എന്താ പറയാ, ഇവർക്ക് ഹൂറികളുടെ അടുത്തേക്ക് പോകേണ്ടത് വളരെ അത്യാവശ്യമായതുകൊണ്ട് നമ്മൾ പറയല്ലോ ബ്രഹ്മോസ് വേണം, ബ്രഹ്മോസ് നിങ്ങൾക്ക് ഫ്രീ ആണെന്ന് പറയുന്ന പോലെ ഹൂറികളുടെ അടുത്ത് പോകണം. ഫ്രീ ആയിട്ട് ഞങ്ങൾ എത്തിച്ചു തരാം എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ പോളിസി. മക്കളെ, നിങ്ങൾ കളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഹൂറികളുടെ അടുത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പേ പോകും എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്തായാലും നമ്മൾ ഇവർ ഈ പറയുന്ന ഡ്രോൺ പ്രവർത്തനം പുനരാരംഭിച്ചപ്പോൾ ഇത് അതിർത്തിയിൽ വിന്യസിക്കുന്ന 3 ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താനായിട്ട് നമ്മുടെ ഏജൻസികളെ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതില് ഈ ഏറ്റവും പുതിയ ഡ്രോണുകളിൽ സുരക്ഷിതമല്ലാത്ത ബാക്ക് ടു ഹോം സംവിധാനം സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പഞ്ചാബ് പോലീസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചിരിക്കുന്നത്. ബേസ് സ്റ്റേഷനിലേക്കുള്ള അവിടെ സിഗ്നൽ ലിങ്ക് തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്കൊരു പ്രശ്നമോ യാന്ത്രികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമോ സംഭവിച്ചിട്ടുണ്ട്. ഈ ഡ്രോണുകൾ എന്ത് സംഭവിക്കും? ഈ ഡ്രോണുകൾ നേരെ തിരിച്ച് പാകിസ്ഥാനിലേക്ക് തന്നെ പോകും. അപ്പൊ അവിടെ ആ ഒരു ഡ്രോണിനെതിരെ എന്തെങ്കിലും ഒരു കാര്യം തകരാറ് സംഭവിച്ചാൽ അത് വീണുവെങ്കിൽ മാത്രമാണ് നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ അതിലെന്തായിരുന്നു, അവരെന്താണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ അത് പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇപ്പൊ ഈ വിദ്വാന്മാർ ഉപയോഗിക്കുന്നതാണ്, ഈ ഭീകരർ എന്താണ് ഉപയോഗിക്കുന്നത്? ഇത് നേരെ തിരിച്ച് അതിന് എന്തെങ്കിലും ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നേരെ തിരിച്ച് ബാക്ക് ടു ഹോം പോകും, പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോകും എന്നുള്ളതാണ്. അപ്പോൾ സാങ്കേതിക വിദ്യ വളരുന്നതനുസരിച്ച് ഭീകരന്മാർ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തായാലും ആന്റി ഡ്രോൺ യൂണിറ്റുകൾ ഉയർന്ന കണ്ടെത്തൽ, അതായത് ഈ നമ്മുടെ ആന്റി ഡ്രോൺ യൂണിറ്റുകളെല്ലാം ഇത്തരത്തിൽ വരുന്ന ഡ്രോണുകളുടെ നിരക്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കി തരുന്നത്. ഒരു ദിവസം ചിലപ്പോൾ 8 മുതൽ 10-15ഓളം ഡ്രോണുകളാണ് ഇത്തരത്തിൽ ഈ അതിർത്തിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നത്. അപ്പോൾ മിക്ക ശ്രമങ്ങളും പരാജയപ്പെടുത്തുന്നതിന് മുമ്പ് ഈ ഡ്രോണുകൾ താഴെ ഇറക്കുകയോ തിരികെ കൊണ്ടുപോകാൻ നിർബന്ധിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് എന്നുള്ളതാണ്. ഈ അതിർത്തി കവറേജിനായിട്ട് കുറഞ്ഞത് 100 ADS യൂണിറ്റുകളുടെ ആവശ്യകത കൂടിയുണ്ട് എന്ന് പറയുന്നു. ഇതിനെതിരെ യുദ്ധനാശിയാൻ വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. പഞ്ചാബ് സർക്കാർ ഇതിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ 3 വാഹനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ADS യൂണിറ്റുകൾ വിന്യസിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 1-ന് ടാർൻ തരനിൽ മുഖ്യമന്ത്രി ഭഗവന്ത് മാനും AAP ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളും ചേർന്ന് ഇത് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനമൊക്കെ ചെയ്തതുമാണ്. ഏതാണ്ട് 51 കോടി രൂപ ചെലവിലാണ് ആകെ 9 സംവിധാനങ്ങൾ, ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ സ്ഥാപിക്കുന്നത് എന്നുള്ളതാണ്. ഈ പറയുന്നത് പോലെ ഈ വിന്യസിച്ചതിനു ശേഷം പോലെ ഇത്തരത്തിലുള്ള ADS സംവിധാനം വിന്യസിച്ചതിനു ശേഷവും ഭിഖിവിന്ദിൽ ഡ്രോണുകൾ വഴി കള്ളക്കടത്ത് സാമഗ്രികളൊക്കെ എത്തിക്കാൻ ശ്രമിച്ചതിന് 12 FIR ആണ് അവിടുത്തെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്നത് നിസ്സാരവൽക്കരിച്ച് നമുക്ക് കാണാനാകില്ല. അടുത്ത ഒരു അറ്റാക്കിന് സമയമായിരിക്കുന്നു. ഇന്ത്യ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. അതിർത്തിയിൽ ഒരേ സമയം താലിബാനുമായിട്ടുള്ള അറ്റാക്ക് നടത്തുന്നതിനൊപ്പം തന്നെ പാകിസ്ഥാൻ ഇന്ത്യയെയും പ്രകോപിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഒരുപക്ഷെ ഈ പ്രകോപിപ്പിക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് വിനാശകാലെ വിപരീത ബുദ്ധിയാണ്. ഇന്ത്യ കാത്തിരിക്കുകയാണ് ഇനി ആ ഒരു ഭൂപ്രദേശം പോലും ഇല്ലാത്ത രീതിയിലേക്ക് പാകിസ്ഥാനെ തവിട് പൊടിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള നീക്കങ്ങൾ പാകിസ്ഥാനായിട്ട് തന്നെ വരുത്തി വെക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ എന്ന് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.